ക്ഷയീഭവിക്കുന്നത്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 6-ാം വാക്യമാണ്. ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. പരിശുദ്ധാത്മ നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. പ്രിയരെ, യിരെമ്യാവിനെ ആരെങ്കിലും തലയിൽ കൈവച്ച് പ്രവാചകനാക്കിയതല്ല, മറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം അവനെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചതാണ്. എനിക്ക് കഴിവില്ല, ഞാൻ ബാലനാണെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചവനെ കൊണ്ട് ദൈവം 52 അധ്യായങ്ങൾ എഴുതിച്ചു. അയ്യോ യഹോവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ഹല്ലേലൂയ ബാലനാണ്, അങ്ങനെ പറഞ്ഞവനെ കൊണ്ട് ദൈവം 2 രാജാക്കന്മാരുടെ ഭരണകാലം മുഴുവനും പ്രവചിപ്പിച്ചു. തീർന്നില്ല, ബാബേലിൽ ചെന്ന് അവിടെയും പ്രവചിച്ചു. തീർന്നില്ല, തിരിച്ച് ഇസ്രയേലിൽ വരുത്തി അവിടെയും ദൈവം അവനെ കൊണ്ട് പ്രവചനം നടത്തിച്ചു. എന്നിട്ടും തീർന്നില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളും വിലാപങ്ങളുടെ പുസ്തകവും കഴിവില്ലെന്ന് പറഞ്ഞ, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ, ബാലനാണെന്ന് പറഞ്ഞ യിരെമ്യാവിനെ കൊണ്ട് ദൈവം എഴുതിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യണേ. യിരെമ്യാ പ്രവചനം 52 അധ്യായങ്ങളുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന് 22 അധ്യായമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന് 25 അധ്യായമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിന് 5 അധ്യായമുണ്ട്. കഴിവില്ലെന്ന് പറഞ്ഞ, അക്ഷരശുദ്ധിയില്ലെന്ന് പറഞ്ഞ, ബാലനാണെന്ന് പറഞ്ഞ യിരെമ്യാവിനെ കൊണ്ട് ദൈവം 104 അധ്യായങ്ങൾ എഴുതിച്ചു. നന്ദിയോടെ സ്തോത്രം. എന്റെ മക്കളെ, നിന്റെ ബലഹീനതകളെ നോക്കി, ന്യൂനതകളെ നോക്കി, കഴിവുകേടിനെ നോക്കി നിരാശപ്പെട്ട് തല കുമ്പിട്ടിരിക്കാതെ ദൈവഹിതത്തിന് നിന്നുകൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കർത്താവ് നിന്നെ പണിതെടുക്കും. അവൻ പരിശുദ്ധാത്മ നിറവിൽ സ്വർഗീയാലോചന പറഞ്ഞുകൊണ്ടിരുന്ന ഈ അഭിഷിക്തന് പക്ഷേ പുരോഗമന വേദശാസ്ത്രമല്ല താൻ പറഞ്ഞത്. പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം ജീവിക്കും എന്നുള്ളതാ. ആ ആലോചനയായതുകൊണ്ട് കിട്ടിയ പ്രതിഫലം എന്താണെന്നറിയാമോ? കഷ്ടതയാ. നമുക്കറിയാം, യോസേഫിന് ചില മണിക്കൂറുകൾ മാത്രം പൊട്ടക്കിണറ്റിൽ കഴിഞ്ഞുകൂടാൻ ഇടയായത്. കുറച്ചു നേരമേ, ചില മണിക്കൂറുകൾ മാത്രമാണ് യോസേഫ് പൊട്ടക്കിണറ്റിൽ കഴിഞ്ഞുകൂടിയത്. പക്ഷേ യിരെമ്യാവിന് ദിവസങ്ങളോളം വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടതായി വന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്ത യിരെമ്യാവിന് പക്ഷേ ലോകം കൊടുത്തത് കഷ്ടതയുടെ വെള്ളവും ഞെരുക്കത്തിന്റെ അഭവുമാണ്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം തന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റിയപ്പോഴും അഭിഷിക്തൻ ദൂതുമയപ്പെടുത്തിയില്ല. ദൈവം തന്നത് വെള്ളം ചേർക്കാതെ പറഞ്ഞു. അതിന് കിട്ടിയ പ്രതിഫലം ചങ്ങലയായിരുന്നു കേട്ടോ. പ്രിയ ദൈവദാസനെ, സാഹചര്യം എതിരാകുമ്പോൾ കേൾവിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദൂതുമയപ്പെടുത്താൻ നിനക്ക് അവകാശമില്ല. ദൈവം തരുന്ന വചനം വിശ്വസ്തയോടെ പ്രഖ്യാപിക്കണം. രാജാക്കന്മാരും യഹൂദാ ജനങ്ങളും പൗരോഹിത്യ മേധാവികളും എതിരായിട്ടും അഭിഷിക്തൻ ദൈവാലോചനയിൽ വെള്ളം ചേർത്തില്ല, ദൂതുമയപ്പെടുത്തിയില്ല. കുഞ്ഞ്, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ലോകം മുഴുവനെതിരായാലും ഭരണാധികാരികളെതിരായാലും സമൂഹം ഒറ്റപ്പെടുത്തിയാലും വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുമെങ്കിൽ എല്ലാവരും അവഗണിച്ചു മാറ്റി നിർത്തിയ നിന്നെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. യിരെമ്യാ പ്രവചനം 18:1 ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, ഇന്നത്തെ ശുശ്രൂഷ കുശവന്റെ വീട്ടിലാണ്. അവിടെ നീ പ്രവചിക്കേണ്ട, പ്രസംഗിക്കേണ്ട, മറിച്ച് ഞാൻ നിന്നെ ചിലത് പഠിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ പാഠശാലയിൽ ഇരുന്ന് പഠിക്കാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും മാറ്റി നിർത്തിയവരും അമ്പരന്ന് പോകും വിധത്തിൽ ദൈവം നിന്നെ മിനുക്കി അമ്പാക്കി പുറത്തെടുക്കും. ദൈവിക ലക്ഷ്യം ഭേദിക്കുന്ന ആയുധമായി ഉപയോഗിക്കും. സ്തോത്രം. ചവിട്ടിക്കുഴച്ച കളിമണ്ണ് കയ്യിലെടുത്ത കുശവന് അത് ചക്രത്തിൽ വെക്കുന്നതിന് മുൻപ്, അത് കുശവന്റെ മൂശയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഏത് രൂപം കൊടുക്കണമെന്നുള്ള ബോധ്യമുണ്ട്. അങ്ങനെയല്ലേ ആദ്യ മനുഷ്യൻ രൂപം നൽകാൻ നിലത്തെ പൊടി കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ അവന്റെ രൂപമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ, മനുഷ്യൻ ആദ്യം രൂപം കൊണ്ടത് ദൈവത്തിന്റെ മനസ്സിലാ. സ്വത്രം. സർവശക്തനായ ദൈവം ഒരു കുശവനെ പോലെ ആദ്യം മെനഞ്ഞെടുത്ത മൺപാത്രമാണ് അവൻ ആദാം. ആ മൺപാത്രത്തിന്റെ പേരാണ് ആദാം. കുഞ്ഞെ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തിന്റെ മനസ്സിലാ മക്കളെ നീ രൂപം കൊണ്ടത്. നീ ദൈവത്തിന്റെ മാനസപുത്രനാണ്. ഒരുപക്ഷെ സാഹചര്യത്തിന്റെ പ്രതികൂല നിമിത്തം നീ ഇപ്പോ വല്ലാത്ത രൂപത്തിലായിരിക്കാം, നല്ല രൂപത്തിലല്ലെങ്കിലും ദൈവം തന്റെ മനസ്സിൽ കണ്ട രൂപത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. നന്ദിയോടെ സ്തോത്രം. അതിനുവേണ്ടി പല പ്രോസസ്സുകളിലൂടെ അവൻ നിന്നെ കടത്തിവിടുകയാ. കളിമണ്ണ് പോലെ ചവിട്ടിക്കുഴയ്ക്കുന്ന അനുഭവമാണോ? ധൈര്യപ്പെടുക. കർത്താവ് നിന്നെ തന്റെ മനസ്സിലുള്ള രൂപമാക്കി തീർക്കുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ചക്രത്തിൽ എടുത്തു വെച്ച മണ്ണ്, കളിമണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ജീവിതത്തിൽ മുഴുവനും കറക്കമാണോ? എന്ത് ചെയ്താലും ചുറ്റലാണോ? ധൈര്യപ്പെടും മക്കളെ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ രൂപപ്പെടുത്തുകയാ. പ്രിയരെ, ദൈവത്തിന്റെ മനസ്സിൽ യോസേഫിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താ അത്? അവന് സിംഹാസനത്തിലെത്തിക്കണം. പക്ഷെ പെട്ടെന്നൊരു ദിവസം അത് സംഭവിച്ചില്ല. പിന്നെയോ കണ്ണുനീരിന്റെ പൊട്ടക്കിണറ്റിലൂടെ, ആക്ഷേപത്തിന്റെ അടിമച്ചന്തയിലൂടെ, ഒറ്റപ്പെടലിന്റെ കാരാഗ്രഹത്തിലൂടെ ദൈവം അവനെ സിംഹാസനത്തിലെത്തിച്ചു. അതിനുവേണ്ടി ദൈവം യോസേഫിനെ കടത്തിവിട്ട പ്രോസസ് വേദനാഭരിതമായിരുന്നെങ്കിലും ഒടുവിൽ ദൈവം തന്റെ മനസ്സിലുള്ള രൂപത്തിൽ അവനെ എത്തിച്ചു. സോദരകുഞ്ഞേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ദൈവം കടത്തിവിടുന്ന വഴിയിലൂടെ പോയേ പറ്റൂ. അവൻ കഷ്ടതയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും ഒടുവിൽ ദൈവം നിന്നെ താൻ ആഗ്രഹിക്കുന്നത് പോലെയാക്കി മാറ്റും. നിന്റെ സന്തതി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരും. നിന്റെ മിനിസ്ട്രി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരും. നിന്റെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരും. നന്ദിയോടെ സ്തോത്രം ചെയ്യണം. യിരെമ്യാവിനെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് അയച്ചു. അവൻ അവിടെ കണ്ട കാഴ്ചയോ എന്താ? അത് പലരും ചേർന്ന് ചവിട്ടിക്കുഴച്ച കളിമണ്ണ് കുശവൻ ചക്രത്തിൽ വെച്ചിരിക്കുകയാണ്. ചക്രത്തിൽ ഇരുന്ന് അനേകർ ചവിട്ടിക്കുഴച്ച ആ മണ്ണ് കറങ്ങുകയാണ്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ, ഒത്തിരി ചവിട്ടേറ്റ മണ്ണ് അങ്ങനെ കറങ്ങുമ്പോഴും ഒന്നുണ്ട്. ആ മണ്ണിന്മേൽ, ആ ചക്രത്തിൽ ഇരുന്ന് കറങ്ങുന്ന മണ്ണിന്റെ മേൽ കുശവന്റെ കൈപ്പത്തി ആ കളിമണ്ണിലുണ്ടായിരുന്നു. മനസ്സിലായോ മക്കളെ? എത്രമാത്രം പ്രതികൂലത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും കറങ്ങിത്തിരിയുകയാണെങ്കിലും സൃഷ്ടിച്ചവന്റെ കരം മക്കളെ നിന്നോടുകൂടെ ഉണ്ട്. ഈ കഷ്ടതയിൽ നീ ഒറ്റയ്ക്കല്ല. പ്രാണനെ തന്നവൻ കൂടെയുണ്ട് കുഞ്ഞെ. യിരെമ്യാവ് കണ്ട മറ്റൊരു കാഴ്ച മനസ്സിനെ കൂടുതൽ നൊമ്പരപ്പെടുത്തുന്നതാണ്. എന്താ അത്? കുശവന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ കളിമണ്ണ് ചീത്തയായി പോകുന്നു. കുഞ്ഞെ, കരുണയുള്ള കർത്താവ് തന്റെ മനസ്സിലുള്ള രൂപമായി നിന്നെ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ തിരുക്കരങ്ങളിലിരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോയാൽ അത് കഷ്ടമാകട്ടോ. എന്നാലും അവൻ കരുണയുള്ള കർത്താവ് അങ്ങനെ ചീത്തയായാലും നീയാകുന്ന കളിമണ്ണിനെ എറിഞ്ഞു കളയത്തില്ല. തന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ചീത്തയായെങ്കിലും നല്ല കുശവൻ ആ കളിമണ്ണിനെ താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാക്കാൻ വീണ്ടും പണിയാൻ തുടങ്ങി. ദൈവത്തിന്റെ കയ്യിലിരുന്നപ്പോൾ തന്നെ ചീത്തയായി പോയ ചില കളിമണ്ണുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. മക്കളെ, ജീവിതത്തിൽ കുറവ് സംഭവിച്ചു പോയെങ്കിലും നമ്മുടെ കർത്താവ് നിന്നെ കൈവിടുന്നവനല്ല. തകർന്നതിനെ എറിഞ്ഞുകളയാതെ, പാഴായതിനെ ചവറ്റുകുട്ടയിലിടാതെ, ഉടഞ്ഞുപോയതിനെ മാറ്റി നിർത്താതെ സ്നേഹത്തോടെ കരുണയോടെ വീണ്ടും പണിതെടുക്കുന്ന ദൈവം കുഞ്ഞെ, ഇന്ന് പുലരിയിൽ നീ ഒന്ന് ഇരുന്നു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അവൻ നിന്നെ വീണ്ടും പണിതെടുക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ തകർന്ന നിന്റെ കുടുംബജീവിതമായിരിക്കും. ധൈര്യപ്പെടും മക്കളെ. സർവശക്തനായ ദൈവം തകർന്ന കുടുംബത്തെ പണിതെടുക്കും. തകർന്നു പോയത് നിന്റെ ജോലിയാണോ? സാരമില്ല. കർത്താവ് തന്റെ മനസ്സിലുള്ള നിലയിൽ നിന്നെ കൊണ്ടെത്തിക്കും മക്കളെ. നിന്നെ പണിതെടുക്കും മക്കളെ. ദൈവം ആഗ്രഹിക്കുന്ന പദവിയിൽ എന്റെ ദൈവം നിന്നെ എത്തിക്കും. തകർന്നത് മക്കളെ നിന്റെ ബിസിനസ്സാണോ? അതോ നിന്റെ തലമുറയാണോ? കുടുംബജീവിതമാണോ? ശുശ്രൂഷാ ജീവിതമാണോ? എന്താ തകർന്നത്? തകർന്ന് തരിപ്പണമായ ആയിരങ്ങളെ പണിതെടുത്ത എന്റെ ദൈവം നിന്നെയും ആ നിലയിൽ നിന്ന് പണിതെടുക്കും. ആമീൻ. ഉടഞ്ഞു പോയതിനെ തള്ളിക്കളയാത്ത ദൈവം, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്ത ദൈവം, പുകയിന്ന് തിരികെ കെടുത്തിക്കളയാത്ത ദൈവം നിന്റെ സ്ഥിതി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം പറയുന്നു, നാം പൊടി എന്നവൻ ഓർക്കുന്നു. നിർഭാഗ്യവശാൽ ഈ അതിപ്രധാനമായ വാക്യം നാം സെമിത്തേരി പെട്ടികുഴിയിൽ വെക്കുമ്പോൾ മാത്രമാ പറയാറുള്ളത്. നാം പൊടി എന്നവൻ ഓർക്കുന്നു. അങ്ങനെയല്ല മക്കളെ, നീ പൊടിയാണെന്ന് നിനക്കോർമ്മയില്ലെങ്കിലും നാം പൊടിയാണെന്ന് അവൻ ഓർക്കുന്നു. അതുകൊണ്ടാ തമ്പുരാന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ചീത്തയായിട്ടും എറിഞ്ഞുകളയാതെ വീണ്ടും പണിതെടുക്കുന്നത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവകരങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോയ ആദ്യത്തെ മൺപാത്രം ആദമാണ് കേട്ടോ. എന്തായിരുന്നു ആദമിന്റെ മനോഹാരിത! അവന്റെ സൗന്ദര്യം അങ്ങനെ വർണ്ണിക്കാൻ കഴിയും? 10,000-ങ്ങളിൽ പരമസുന്ദരനായി ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചതല്ലേ? അങ്ങനെയെങ്കിൽ അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത് അവനെ സൗന്ദര്യ സമ്പൂർണനാക്കിയിരുന്ന തേജസ് മാറിപ്പോയി. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കി ജനം പറഞ്ഞു, അയ്യോ, ദൈവ തേജസ് നിന്റെ മുഖത്തെ നിറച്ചിരിക്കുകയാ. മനസ്സിലായോ? നഷ്ടമായ ദൈവ തേജസ് തിരികെ വരണമെങ്കിൽ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ മറഞ്ഞിരുന്നവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു.
അതേ മക്കളെ, ദൈവ തേജസ്സിന്റെ പ്രഭയായ ക്രിസ്തു നിന്നിൽ വെളിപ്പെട്ടാൽ നിന്റെ മുഖവും പ്രകാശിക്കും. നിന്റെ മുഖം പിന്നെ വാടത്തില്ല. ഒതുക്കിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ ദൃഷ്ടി വയ്ക്കുന്ന പൈശാചിക ശക്തികൾക്ക് പിന്നെ നിന്നെ തുറച്ചു നോക്കാൻ കഴിയത്തില്ല. നിന്റെ മുഖത്ത് ദൈവ തേജസ് പ്രകാശിക്കും. തമ്പുരാൻ തന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപമുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ച് രൂപമുണ്ട്. ആ രൂപത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ മക്കളെ, അവിടുന്ന് നിന്റെ വാക്കിനാമേൻ പറയും. പുറപ്പാട് 33:17 നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. മഹാദൈവം പറഞ്ഞതാ, നഷ്ടമായ തേജസ് തിരികെ പ്രാപിച്ച മോശേ, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. എന്താ കാരണമെന്നറിയാമോ? എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കുഞ്ഞെ, ദൈവം നിന്നെ അടുത്തറിയാൻ തക്കവണ്ണം ജീവിതത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ അവന് നിന്നോട് കൃപ തോന്നും. കർത്താവിന് കൃപ തോന്നിയാൽ നീ പറയുന്നത് പോലെ എന്റെ ദൈവം ചെയ്യും. ആമേൻ. ഇത് മോദിയുടെ ഗ്യാരണ്ടി അല്ല, സൃഷ്ടാവായ ദൈവത്തിന്റെ ഗ്യാരണ്ടി. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിന്റെ ഗ്യാരണ്ടി. നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. ദൈവം മോശെ അടുത്തറിഞ്ഞപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. താൻ ആഗ്രഹിക്കുന്ന പോലെ പണിതെടുക്കാൻ പറ്റുന്ന പൊടിയാണിവൻ. അടുത്തറിഞ്ഞ ദൈവം ആ പൊടിമണ്ണിൽ തന്റെ കൃപ ചൊരിയാൻ തുടങ്ങി. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ദൈവത്തിന് കൃപ തോന്നിയതുകൊണ്ട് തടിച്ച നാവുള്ള വിക്കനായ മോശയെ ദൈവം പണിതെടുത്ത് കാലഘട്ടത്തിന്റെ വക്താവാക്കി മാറ്റി. ആമേൻ. മഹാസമുദ്രത്തോട് വഴിമാറാൻ മോശ കൽപ്പിച്ചാൽ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. മോശേ, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ഏലിയാവിനെ നോക്ക്, ദൈവം അടുത്തറിഞ്ഞവനാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവം പോകാൻ പറഞ്ഞെടുത്ത് ചോദ്യം ചെയ്യാതെ അവൻ പോയി. ദൈവം കൊടുത്തയച്ച നന്മ, ആഹാരം കാക്ക കൊണ്ടുവന്നിട്ടും വിധവ കൊണ്ടുവന്നിട്ടും പാരമ്പര്യം പറയാതെ വാങ്ങി സ്തോത്രത്തോട് അനുഭവിച്ചു. ദൈവം പറയാൻ പറഞ്ഞത് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറഞ്ഞു. ആമേൻ. രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീയും നിന്റെ പിതൃഭവനവുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എന്താ ധൈര്യം ഏലിയാവ്, എന്താ ധൈര്യം? ഏലിയാവിനറിയാം, ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുപോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യോശുവെ നോക്ക്, എല്ലാവരും ജീവനകാര്യങ്ങളിൽ സമയം ചെലവഴിച്ചപ്പോൾ യോശുവ സമാഗമന കൂടാരം വിട്ടുപിരിയാതെ ദൈവസന്നിധിയിൽ മറഞ്ഞിരുന്നു. ദൈവസാന്നിധ്യത്തിൽ സമയം ചെലവഴിച്ചവനെ ദൈവം അറിഞ്ഞു. ഒരത്യാവശ്യം വന്നപ്പോ യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യാലും താഴ്വരെ നിൽക്കണം. യോശുവേ, ഇങ്ങനെ പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? താൻ പറയും, എന്നെ അടുത്തറിഞ്ഞൊരു ദൈവമുണ്ട്, എന്റെ മേൽ കൃപ ചൊരിഞ്ഞ ഒരു ദൈവമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുപോൽ എന്റെ ദൈവം ചെയ്യും. അടുത്തറിഞ്ഞവരുടെ മേൽ കൃപ പകരുന്ന ദൈവം ഇന്ന് പുലരിയിൽ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട് മക്കളെ. നിന്റെ കിടക്കക്കരിയിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നീ ഇപ്പോഴായിരിക്കുന്ന ഇടത്ത്, ഹല്ലേലൂയ, അവൻ കൃപ പകരുന്ന ദൈവം വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? കുഞ്ഞെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിന്നെ പണിതെടുക്കാൻ നീ അവിടുത്തെ സന്നിധി താണിരുന്നു കൊടുത്താൽ മതി കേട്ടോ. അവൻ നിന്റെ മേൽ കൃപ ചൊരിയും. നീ പറയുന്ന വാക്കിന് ദൈവം ആമേൻ പറയും. അതേ മക്കളെ, കൽപ്പിക്കാൻ അധികാരമുണ്ടാകണമെങ്കിൽ പണിയാൻ നീ ദൈവത്തിന്റെ കരത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം പണിതെടുക്കുമ്പോൾ, രൂപപ്പെടുത്തുമ്പോൾ കഷ്ടതയും കണ്ണുനീരും വേദനയും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീ പണിയപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞെ, നീ പറയുന്നത് പോലെ എന്റെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. യോസേഫേ, മറ്റാരും കിടന്നിട്ടില്ലാത്ത പൊട്ടക്കിണറ്റിൽ നീ കിടക്കേണ്ടി വന്നെങ്കിൽ ഭാരപ്പെടരുത്. ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു സിംഹാസനം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട്. മിസ്രയീമിൽ ഫറവോയും പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വകുപ്പാ പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫിന് ദൈവം കൊടുത്തത്. ചക്രവർത്തി പറയുന്ന വാക്കുണ്ട്, എന്താ അത്? സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ചക്രവർത്തിയുടെ തൊട്ടു താഴെ രണ്ടാമൻ. അപ്പോ പിന്നെ ചക്രവർത്തി ഇല്ലെങ്കിൽ നീയാണ് ഒന്നാമൻ. സ്തോത്രം. ഇങ്ങനെയൊരു പദവി ഇതുവരെ മിസ്രയീമിൽ ഒരു മന്ത്രിയും വഹിച്ചിട്ടില്ല. കഷ്ടതയുടെ പൊട്ടക്കിണറ്റിൽ, കണ്ണുനീരിന്റെ അടിമച്ചന്തയിൽ, നിരാശയുടെ തടവറയിൽ പണിയപ്പെട്ട യോസേഫിന് വേണ്ടി ഒരുക്കപ്പെട്ടത് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സിംഹാസനമാ. അതേ മക്കളെ, കുശവന്റെ കയ്യിൽ പണിയപ്പെടുന്ന നിനക്കു വേണ്ടി സ്വർഗം ശ്രേഷ്ഠ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അവൻ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറഞ്ഞാൽ 80 വർഷം സിംഹാസനത്തിൽ ഇരുന്നത്, അവൻ സിംഹാസനത്തിലിരുന്ന് ഭരണം നടത്തിയത് യോസേഫ് മാത്രമാണ്. ദാവീദും ശലോമോനും ഒക്കെ 40 വർഷം വീതം ഭരിച്ചു. എന്നാൽ യോസേഫ് 80 വർഷം സിംഹാസനത്തിലിരുന്നു. എന്താ 80 വർഷത്തിന്റെ കണക്ക്? പറയാം. 30-ാം വയസ്സിൽ അധികാരത്തിൽ കയറിയതാ. 110-ാം വയസ്സിൽ മരിക്കുന്നത് വരെ ദൈവം ഒരുക്കിയ സിംഹാസനത്തിൽ താനിരുന്നു.
നന്ദിയോടെ സ്തോത്രം ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികളൊക്കെ 5 കൊല്ലം തികയ്ക്കാൻ പാടുപെടുകയാ. 10 കൊല്ലം തികച്ചവൻ അഹങ്കാരിയായി മാറുന്നു. 10 കഴിഞ്ഞ് 15ലേക്ക് കയറിവൻ സർവനാശം വിതയ്ക്കാൻ പരിശ്രമിക്കുമ്പോൾ 80 വർഷം അധികാരത്തിൽ ദൈവവൈതൽ തന്റെ മരണസമയം വരെ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, യോസേഫിന്റെ വിലയായിട്ട് അന്ന് സഹോദരങ്ങൾക്ക് കിട്ടിയത് 20 വെള്ളിക്കാശ. 10 സഹോദരന്മാർ വീതിച്ചെടുത്തപ്പോൾ ഓരോരുത്തരും 2 വെള്ളി കിട്ടി. എന്നാൽ സഹോദരനെ വിറ്റവന്റെ വീട്ടിൽ ഒരിക്കലും കാലിച്ചാക്കുമാറിയില്ല. ഹല്ലേലൂയ. ഒടുവിൽ ഇവരെല്ലാം യോസേഫിന്റെ മുമ്പിൽ കാലിച്ചാക്കുമായി നിന്നപ്പോൾ ഇവരുടെ കാലിച്ചാക്കിൽ യോസേഫ് തന്റെ കൈകൊണ്ട് തന്നെ ധാന്യം നിറച്ചു കൊടുക്കുവാൻ ദൈവം കാര്യങ്ങൾ ക്രമപ്പെടുത്തി. ഇതാ മക്കളെ ദൈവത്തിന്റെ നീതി. ഒരിക്കൽ ഇവർക്ക് തിന്നാനുള്ള ആഹാരവും ചുമന്നുകൊണ്ട് യോസേഫ് ദോതാനിൽ ചെന്നതാ. അപ്പവും ചുമന്നുകൊണ്ട് വന്നവനെ ഇവർ വിറ്റുകളഞ്ഞെങ്കിൽ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? വിറ്റവന്റെ സന്തതികളെ കൊണ്ട് ദൈവം യോസേഫിന്റെ ശരീരം വെച്ച ശവപ്പെട്ടി 40 വർഷം ചുമപ്പിച്ചു. നിനക്ക് വേണ്ടി അപ്പം ചുമന്നു കൊണ്ടുവന്നവനെ നീ കുഴിയിലിട്ടാൽ നിന്റെ സന്തതി അവനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. പരിശുദ്ധാത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകൻ ക്രൂശുമായി പോകുന്നത് കാണാൻ ആയിരങ്ങൾ വഴിയോരത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കുമില്ലാത്ത ഭാരം കുറേനക്കാരൻ ശീമോന്റെ ചുമലിൽ വരികയാണ്. വെറുതെ വഴിയിലൂടെ പോയവനാ ക്രൂശിന്റെ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കേണ്ട ചുമതല അവന് വന്നു. ക്രൂശീകരണം കാണാൻ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഒരുത്തന്റെ തോളിൽ കയറാത്ത കുരിശ് കുറേനക്കാരനായ ശീമോന്റെ ചുമലിൽ വന്നു. കുഞ്ഞെ, മറ്റാരും ചുമക്കാത്ത കുരിശ് നിന്റെ ചുമലിൽ കയറിയെങ്കിൽ അവൻ ഭാരപ്പെടരുതേ. വരുന്ന നാളുകളിൽ നിന്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധരാകും. നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിന്റെ നിന്നയുടെ ക്രൂശ് അവൻ നീ വഹിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? എന്നും നിന്നയാണ്, എന്നും പരിഹാസമാണ്, എന്നും ആക്ഷേപമാണ്. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത കഷ്ടത, അവമാനവും നിന്നയും അഭിഷിക്തനെ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? നിന്റെ തലമുറകൾ മാനിക്കപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊട്ട് ആലോചന പറയുകയാ. മറ്റാരും ചുമത്തിട്ടില്ല ാത്ത കുരിശു നീ ചുമക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഉറപ്പിച്ചുകൊള്ളുക. നിന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരാകും. കുഞ്ഞെ, ഉടഞ്ഞുപോയ തകർന്നുപോയ നിന്നെ ദൈവം പണിതെടുത്താൽ അവൻ നിന്റെ മേൽ കൃപ ചൊരിയും. നിന്റെ വാക്കുപോലെ എന്റെ ദൈവം ചെയ്യും. കർത്താവ് നിന്നെ അതിശയ വിഷയമാക്കും. വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, അവൻ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ദൈവവചനം പറയാൻ ഭാഗ്യം നൽകിയ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഉണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലും വചനത്തിന്റെ